കേരളത്തിൽ ഇപ്പോൾ ഒരു വാർത്ത സെൻസേഷണൽ ആയിട്ടുണ്ട്. ഒരു യുവാവ് തന്റെ കാമുകിയെ തന്റെ വീട്ടിലെ ഒരു കുഞ്ഞുമുറിയിൽ മറ്റാരും അറിയാതെ, അതായത് ആ വീട്ടിൽ താമസിക്കുന്ന സ്വന്തം വീട്ടുകാർ പോലും അറിയാതെ 10 വർഷം ഒളിപ്പിച്ച് താമസിപ്പിച്ചു എന്നതാണ് ആ വാർത്ത. ശരിക്കും വാർത്തകളിൽ പറയുന്നത് പോലെ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിശ്വസനീയമായ വിചിത്രമായ ഈ കാര്യം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത് എന്താണ്? അപ്പോഴത്തെ അവരുടെ മാനസിക നില എന്തായിരുന്നു? ഇതിനൊന്നും ഈ ഒരു സ്റ്റേജിൽ വലിയൊരു ക്ലാരിറ്റി ഇല്ല. അങ്ങനെ ക്ലാരിറ്റി ഇല്ലാത്ത ഒരു സംഭവത്തിൽ ആ രണ്ട് വ്യക്തികളുടെ ജീവിതം വെച്ചൊരു ചർച്ച നടത്തുന്നത് കാര്യമറിയാതെ സംസാരിക്കുന്നത് പോലെയാകും. എന്നാൽ ഇങ്ങനെയൊന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം വിചിത്രമായ ഒരു കാര്യമാണ്. കാരണം 10 വർഷം ഒരു മുറിയിൽ മാത്രമായി ജീവിക്കേണ്ടി വരുന്ന ഒരാൾക്ക് പലതരം ട്രോമ ഉണ്ടായിരുന്നിരിക്കാം. 10 വർഷത്തിന് ശേഷം പുറത്തു വന്ന് ആ ജീവിതത്തിൽ ഞാൻ ഹാപ്പി ആയിരുന്നു എന്ന് ആ വ്യക്തി പറഞ്ഞാൽ പോലും അത് വിശദമായൊരു പരിശോധനയ്ക്കും അന്വേഷണത്തിനും വിധേയമാക്കേണ്ടത് സിസ്റ്റത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം ചെറുപ്രായത്തിൽ വിചിത്രമായ ഒരു തീരുമാനം എടുക്കേണ്ടി വന്ന് അതിനുശേഷം 10 വർഷത്തോളം പുറം ലോകവുമായി യാതൊരു എക്സ്പോഷറും ഇല്ലാതെ കാമുകന്റെ ഇടപഴകൽ മാത്രമുള്ള ഒരു പെൺകുട്ടി ഞാൻ തൃപ്തയാണെന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടത്തോടു കൂടിയാണ്, മറ്റൊരു രീതിയിലുമുള്ള പ്രഷർ ഉള്ളത് കൊണ്ടല്ല, പ്രഷർ ഉണ്ടായിരുന്നില്ല എന്ന് ഉറപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. അതിനു മുൻപേ തന്നെ നമ്മൾ ജഡ്ജ്മെന്റലായി അഭിപ്രായം പറയുന്നത് പുതിയൊരു നോർമലിനെ സൃഷ്ടിക്കാനേ ഉപകരിക്കൂ. എന്നാൽ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് മറ്റൊരു കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ഓൾറെഡി ഉള്ള ഒരു പ്രശ്നം ഈ സംഭവത്തിലൂടെ കൂടുതൽ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. ഈ സംഭവത്തിന്റെ വാർത്തകൾക്കടിയിൽ വന്ന കമന്റുകളിലൂടെ അത് വ്യക്തമാണ്. ഈ സംഭവത്തിലെ സ്ത്രീയും പുരുഷനും അങ്ങനെ ചെയ്തത് പല കാരണങ്ങൾ കൊണ്ടാകാം. സമൂഹത്തെ പേടിച്ചിട്ടാകാം, വീട്ടുകാരെ പേടിച്ചിട്ടാകാം, ജീവൻ ഭയന്നാകാം, മതപരമായ കാരണമാകാം, അറിവില്ലായ്മ കൊണ്ടാകാം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാകാം. എന്നാൽ ഈ ഒരു സംഭവത്തിന്റെ വാർത്തകൾക്കടിയിൽ കമന്റ് ഇടുന്ന ഭൂരിഭാഗം പേരും അവരുടെ വികലമായ പ്രണയ സങ്കല്പങ്ങളെ ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പെൺകുട്ടിയെ 10 വർഷത്തോളം പുറം ലോകം കാണിക്കാതെ ഒരു മുറിയിൽ അടച്ചുവെച്ച് സ്നേഹിച്ചു എന്ന വാർത്തയെ അത് അവളുടെ കൂടി അനുവാദത്തോടു കൂടിയാകുമ്പോൾ അതൊരു അമൂർത്ത പ്രണയമായി കൊണ്ടാടുകയാണ് ഇവരെല്ലാവരും. എന്തുകൊണ്ടാണ് ഒരു വലിയ കൂട്ടം ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? നമ്മുടെ പ്രണയ സങ്കല്പം അത്രയ്ക്ക് വികലമാണോ? ചിലരാകട്ടെ ഈ വാർത്ത മുതലെടുത്ത് സ്റ്റോക്ക്ഹോം സിൻഡ്രോം വരെ ഗ്ലോറിഫൈ ചെയ്ത് കാൽപ്പനിക രചനകൾ വരെ രചിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ശബ്ദവുമില്ലാതെ, യാതൊരു പരാതിയുമില്ലാതെ എല്ലാം ക്ഷമിച്ചും സഹിച്ചും കഴിയുന്ന സ്ത്രീ എന്നത് പലരുടെയും പ്രണയ ഫാന്റസിയിലെ സ്ത്രീ സങ്കല്പമാണെന്നത് ഇവരുടെ കമന്റുകളിൽ നിന്നും വ്യക്തമാണ്. നമ്മുടെ സമൂഹം, സിനിമകൾ, സോഷ്യൽ മീഡിയ, ഇങ്ങനെ ഏതെടുത്തു നോക്കിയാലും മനസ്സിലാകുന്ന ഒരു വസ്തുത വികലമായ പ്രണയങ്ങളെ അഥവാ അൺഹെൽത്തിയായ പ്രണയങ്ങളെയാണ് നമ്മൾ പലപ്പോഴും ആഘോഷിച്ചിട്ടുള്ളത് എന്നതാണ്. നമ്മുടെ സമൂഹത്തിൽ പ്രണയം എന്നത് ഇന്നും പലരുടെ ഇടയിലും അരുതാത്തൊരു കാര്യമാണ്. ആണിനും പെണ്ണിനും സാമ്പത്തികമോ സാമൂഹികമോ മതപരമോ ആയ അന്തരങ്ങൾ നോക്കാതെ പരസ്പരം സ്നേഹിക്കാനും വേണമെങ്കിൽ ഒരുമിച്ച് ജീവിക്കാനും പരസ്പര സമ്മതത്തോടെ പിരിയാനുമുള്ള സ്വാതന്ത്ര്യം ഇന്നും ചിലർക്ക് മാത്രം ലഭിക്കുന്ന പ്രിവിലേജ് ആണ്. പക്ഷെ ഐറണി എന്താണെന്ന് വെച്ചാൽ ഇത്തരം ഹെൽത്തിയായ റിലേഷൻഷിപ്പുകൾ ഉടലെടുക്കുന്നതിനെതിരെ വാളെടുക്കുന്ന നമ്മൾ തന്നെ സിനിമയിലും മറ്റുമുള്ള അങ്ങേയറ്റം അൺഹെൽത്തിയായ ചികിത്സിച്ച് മാറ്റേണ്ട സ്വഭാവ വൈകല്യങ്ങളെ മാൻലിനെസ്സായും തീവ്ര പ്രണയമായും ഗ്ലോറിഫൈ ചെയ്ത് വെക്കുകയും ചെയ്യും. നമ്മളിൽ ഭൂരിപക്ഷത്തിനും ഹെൽത്തിയായി പ്രണയിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല എന്നത് തന്നെയാണ് ആ കമന്റുകൾ സൂചിപ്പിക്കുന്നത്. 18 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് 28 വയസ്സ് വരെ പുറം ലോകമറിയാതെ ഒരു കുടിസുമുറിയിൽ താമസിക്കേണ്ടി വരുന്നത് ഒരു ദുരവസ്ഥയാണ്. ആ ദുരവസ്ഥ സമൂഹം സൃഷ്ടിച്ചതാണെങ്കിൽ സമൂഹത്തെയും, അതല്ല മറ്റെന്തെങ്കിലും ആണെങ്കിൽ അതിനെയും ചോദ്യം ചെയ്യുന്നതിന് പകരം അതിലെ ദിവ്യ പ്രണയം കണ്ട് പുളകം കൊള്ളാനാണ് സമൂഹത്തിലെ ഭൂരിഭാഗം പേർക്കും തോന്നുന്നതെങ്കിൽ നമ്മുടെ സമൂഹത്തിന് കാര്യമായ എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനി മുതൽ അങ്ങോട്ട് തനിക്കിനി തന്റെ ജീവിതത്തിൽ ഭർത്താവിന്റെ സ്നേഹം മാത്രം മതി, ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ലഭിക്കുന്നതായ മറ്റൊന്നും വേണ്ട എന്ന് 18 വയസ്സുള്ള ഒരു പെൺകുട്ടി തീരുമാനിക്കുന്നതിന് പുറകിലെ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നതിന് പകരം പ്രണയം എന്നാൽ മറ്റെല്ലാം ഒഴിവാക്കി പരസ്പരം ഓൺ ചെയ്യലാണെന്ന രീതിയിലുള്ള ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഒട്ടും ഹെൽത്തി അല്ല. പുറകെ നടന്ന് ശല്യപ്പെടുത്തിയും മരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയും പ്രണയിപ്പിക്കുക, ഒബ്സസീവായും ഇന്റൻസായും വ്യക്തി ജീവിതത്തിൽ കൈകടത്തി അവരെ ഒരു പാവയാക്കി മാറ്റി പ്രണയിപ്പിക്കുക, പുറകെ നടന്ന് നാണം കെടുത്തിയും മര്യാദ പഠിപ്പിച്ചും പ്രണയിപ്പിക്കുക. ഇതൊക്കെയാണ് ആണെന്ന നിലയിൽ പെണ്ണിനെ കൊണ്ട് പ്രണയിപ്പിക്കാനുള്ള നമ്മുടെ മഹത്തായ ഐഡിയകൾ. അവർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ സ്നേഹത്തിലും കെയറിലും മതിമയങ്ങി വ്യക്തിത്വം വലിച്ചെറിഞ്ഞ് അടിമയാവുക എന്നതാണ് സ്ത്രീകൾക്ക് പ്രണയത്തെക്കുറിച്ച് നമ്മൾ കൊടുക്കുന്ന മഹത്തായ ഐഡിയ. 18 വയസ്സിൽ മറ്റൊന്നുമില്ലെങ്കിലും വേണ്ടില്ല, തന്റെ കാമുകന്റെ സാമീപ്യം മാത്രം മതി എന്നൊരു പെൺകുട്ടിക്ക് തോന്നുക ഇതുകൊണ്ടൊക്കെ തന്നെ സ്വാഭാവികവുമാണ്. ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവുക കൂടുതൽ എക്സ്പോഷർ കിട്ടി ഒരു വ്യക്തി എന്ന നിലയിൽ അവൾക്ക് വളർച്ച പ്രാപിക്കുമ്പോഴാണ്. ആ വളർച്ചയ്ക്കിടം കൊടുക്കാത്ത ഒരു റിലേഷൻഷിപ്പിൽ എത്ര വർഷങ്ങൾക്കിപ്പുറവും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പെൺകുട്ടിക്ക് കഴിഞ്ഞോളണമെന്നില്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ 18 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് പിന്നീട് അങ്ങോട്ടുള്ള 10 വർഷത്തെ എക്സ്പോഷറും സ്വാതന്ത്ര്യവും ഒക്കെ നഷ്ടപ്പെട്ടാൽ ഒരു കുഴപ്പവുമില്ല, സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് അവൾക്കുണ്ടെങ്കിൽ എന്നതാണ് കാഴ്ചപ്പാട്. നേരെ മറിച്ച് 18 വയസ്സുള്ള ഒരു ആൺകുട്ടി സ്വമേധയാ അവനേക്കാൾ പ്രായമുള്ള ഒരു പെണ്ണിനെ സ്നേഹിക്കുകയും
ആ പെണ്ണ് മറ്റാരും അറിയാതെ 10 വർഷം ഒരു റൂമിൽ അവനെ താമസിപ്പിക്കുകയും അവന് ചെലവിന് കൊടുക്കുകയും ചെയ്താൽ അതിനുള്ള നമ്മുടെ റിയാക്ഷൻ ഇങ്ങനെയാകണമെന്നില്ല. അവന് സ്നേഹമാണെന്നറിഞ്ഞാലും അതൊരു വലിയ മനുഷ്യാവകാശ ലംഘനമായി നമുക്ക് അനുഭവപ്പെടും. ട്രൂ ലവ്, മഹത്തായ പ്രണയം എന്നൊന്നും പറഞ്ഞ ആരും വരില്ല. പകരം അവന്റെ വളർച്ച മുരടിപ്പിച്ചെന്നും പക്വതയില്ലാത്ത പ്രായത്തിൽ അവനെ കൂട്ടിലിട്ടെന്നും നമ്മൾ പറയും. അവന്റെ 10 വർഷത്തെ ജീവിതത്തെക്കുറിച്ചോർത്തും നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യത്തെക്കുറിച്ചോർത്തും സഹതപിക്കും. ഈ ഒരു അവസ്ഥ ആണിന് വന്നാലും പെണ്ണിന് വന്നാലും അത് ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു കാര്യമല്ല, മറിച്ച് അഡ്രസ് ചെയ്യേണ്ട ഒരു പ്രശ്നമായാണ് നമ്മൾ കാണേണ്ടത്. അറിവില്ലായ്മ കൊണ്ടോ ഗതികേട് കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ഒരു പെൺകുട്ടിക്ക് 10 വർഷം തന്റെ കാമുകന്റെ വീട്ടിലെ ഒരു മുറിയിൽ പുറം ലോകം അറിയാതെ ഒളിച്ചു താമസിക്കേണ്ടി വന്നു എന്നൊരു വാർത്ത കണ്ടാൽ പ്രണയഗീതങ്ങൾ രചിക്കാൻ പോകുന്നവർ ഒന്ന് ചിന്തിക്കുക. അവൻ അവളെ കൊന്നില്ലല്ലോ, അവൻ അവളെ ഉപദ്രവിച്ചില്ലല്ലോ, അവൻ അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ന്യായീകരിക്കുമ്പോൾ സംഭവിക്കുന്നത് പ്രണയത്തിൽ കൊലപ്പെടുത്തലും ഉപദ്രവിക്കലും ചതിക്കലും ഒക്കെ നോർമലാണെന്നും അത് ചെയ്യാത്തത് ഗ്ലോറിഫൈ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണെന്നുമുള്ള പുതിയൊരു സമവാക്യമാണ്. അല്ലെങ്കിൽ തന്നെ സിനിമയും മറ്റും വികലമായ പ്രണയ സങ്കല്പങ്ങളെ നോർമലാക്കിയ ഒരു നാടാണ് നമ്മുടേത്. അടുത്തതായി, പ്രണയത്തിനു വേണ്ടി സ്വന്തം ജീവിതത്തിന്റെ 10 വർഷങ്ങൾ ഒറ്റമുറിയിൽ കഴിയുന്നത് കൂടി നോർമലൈസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. സമൂഹം നോർമലൈസ് ചെയ്ത് മുന്നോട്ടിട്ട് കൊടുക്കുന്ന ഐഡിയകളിൽ പിടിച്ചാണ് പുതുതലമുറ നടന്നു വരുന്നത്. പ്രണയത്തിനു വേണ്ടി വ്യക്തിത്വം കളയുക, ക്യൂട്ടായി അഭിനയിക്കുക, ജോലിയും പഠിത്തവും വേണ്ടെന്ന് വെക്കുക, ഇതൊക്കെ ഓൾറെഡി നോർമലാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വെട്ടിക്കളഞ്ഞ് നമ്മൾ മുന്നോട്ടാണ് പോകേണ്ടത്. അല്ലാതെ എന്തെങ്കിലും ദുരവസ്ഥ കാരണം രണ്ടുപേർക്ക് ചെയ്യേണ്ടി വന്ന അൺയൂഷ്വലായ ഒരു കാര്യത്തെ റൊമാൻറ്റിസൈസ് ചെയ്തും ഗ്ലോറിഫൈ ചെയ്തും പുറകോട്ട് നടക്കാതിരിക്കാൻ ശ്രമിക്കുക. ചിലരുടെ ദുരവസ്ഥയെ മുതലെടുത്ത് അത് ഗ്ലോറിഫൈ ചെയ്ത് സമൂഹത്തിലെ വികലമായ പ്രണയ സങ്കല്പങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നവരെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.